പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പത്രിക സമർപ്പിക്കുകയാണ്. അദ്ദേഹം കളക്ടറേറ്റിലേക്ക് എത്തി. വാരണസിയിൽ മൂന്നാം വട്ടമാണ് നരേന്ദ്രമോദി മത്സരിക്കുന്നത്. മൂന്നാം ഊഴത്തിന് മുൻപ് അദ്ദേഹത്തിന് പോയത് യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുണ്ട്. ഒപ്പം മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരുമൊക്കെ മോദിക്കൊപ്പമുണ്ട്. പ്രാർത്ഥനയോടുകൂടി ഗംഗാതീരത്ത് പ്രാർത്ഥനയോടുകൂടിയാണ് തുടക്കം കുറിച്ചത്. ഇന്നിപ്പോൾ 12 മുഖ്യമന്ത്രിമാർ വരെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് നേരത്തെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയൊക്കെ ഉണ്ട്. ഭരണാധികാരിയുടെ മുൻപിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി യോഗി ആദിത്യനാഥ് ഒപ്പം മറ്റ് സന്യാസിമാരൊക്കെയാണ് എത്തിയിരിക്കുന്നത്. പത്രിക നോക്കുന്നു ഭരണാധികാരി ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലു, മൂന്നാം ഊഴത്തിനായി മോദി ഇത് അംഗം കുറിക്കുകയാണ്. പത്രിക സമർപ്പിച്ചിരിക്കുന്നു. വിവരങ്ങൾ. പത്രികാ സമർപ്പണ ചടങ്ങാണ് ഇപ്പോൾ വാരണാസി ജില്ലാ കളക്ടറേറ്റിൽ നടക്കുന്നത്. മുഖ്യ വരണാധികാരിയായ എസ് രാമലിംഗത്തിന് മുമ്പാകെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പത്രിക സമർപ്പിക്കുന്നത്. മോദിയോടൊപ്പം കാശിയിലെ പ്രമുഖ മഠത്തിലെ ഈ പത്രികാ സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഈ കളക്ടറേറ്റിലെ കളക്ടറുടെ മുറിയിൽ എത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിക്കൊപ്പം ഈ ജില്ലാ കളക്ടറുടെ മുറിയിൽ, മുഖ്യ വരണാധികാരിയുടെ മുറിയിൽ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ പത്രികാ സമർപ്പണ ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ തന്നെ കഴിയുന്നതായിരിക്കും. ഹിന്ദു മതവിശ്വാസ പ്രകാരം ഏറ്റവും ഈ മംഗളകാര്യങ്ങൾക്കായുള്ള ഏറ്റവും പുണ്യ മുഹൂർത്തത്തിലാണ് പ്രധാനമന്ത്രി തന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഈ സമർപ്പണ ചടങ്ങിന് മുന്നോടിയായി പ്രധാനമന്ത്രി കാലഭൈരവ ക്ഷേത്രത്തിൽ പൂജ നടത്തിയിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി അതിനു മുമ്പ് ഗംഗയിൽ ആരതി നടത്തുകയും ഗംഗയിൽ പൂജ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി ഈ കളക്ടറേറ്റിലെ കളക്ടറുടെ മുറിയിൽ എത്തിയിട്ടുള്ളത്. അവിടെ കാശിയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെയും മഠങ്ങളുടെയും ഒക്കെ മഠാധിപന്മാർ, അതുപോലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരാണ് പ്രധാനമന്ത്രിയെ അനുഗമിച്ചുകൊണ്ട് ഈ മുഖ്യ വരണാധികാരിയുടെ മുറിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പത്രികാ സമർപ്പണത്തിന് ഭാഗമായി വിവിധ കേന്ദ്രമന്ത്രിമാർ, 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരൊക്കെ ഈ വാരണാസിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പത്രികാ സമർപ്പണത്തിന് ശേഷം വിവിധ മുഖ്യമന്ത്രിമാർ, അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെയും NDA ഭരണ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. NDAയുടെ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും നരേന്ദ്രമോദിയുടെ പത്രികാ സമർപ്പണത്തിന്റെ ഭാഗമായി വാരണാസിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്നതായിരിക്കും. തുടർന്ന് വാരണാസിയിലെ രുദ്രാക്ഷ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന യോഗത്തിൽ വെച്ച് BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കും. ഇത് ആദ്യമായിട്ടാണ്, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പത്രികാ സമർപ്പണത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ഇന്ന് വാരണാസിയിൽ ഈ രുദ്രാക്ഷ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഈ BJP പ്രവർത്തകരെയും അതുപോലെ തന്നെ വാരണാസിയിലെ ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. 2014 മുതൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ്. ഇത് തുടർച്ചയായി 3-ാം തവണയാണ് വാരണാസിയിൽ വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ മത്സരിക്കുന്നത്. ജൂൺ 1-നാണ്, അതായത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ആ മണ്ഡലത്തിലെ ഈ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതിയാണ് ഇന്ന്. പക്ഷേ ഇന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹിന്ദു മതവിശ്വാസ പ്രകാരം ഏറ്റവും മംഗളകാര്യങ്ങൾക്കായി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ആ ദിവസത്തിലെ ഈ മംഗളകാര്യങ്ങൾക്കായി അനുയോജ്യമായ മുഹൂർത്തത്തിലാണ് പ്രധാനമന്ത്രി തന്റെ നാമനിർദ്ദേശ പത്രിക വാരണാസി ജില്ലാ കളക്ടർ എസ് രാജലിംഗത്തിന് മുമ്പാകെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ നടപടികൾ, അതായത് ഇപ്പോഴും ഇതിന്റെ നടപടികൾ വാരണാസി ജില്ലാ കളക്ടറേറ്റിൽ പുരോഗമിക്കുകയാണ്. ഈ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ഈ NDA നേതാക്കളുടെയും മറ്റും യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷമാണ് BJP പ്രവർത്തകരെ